രണ്ട് കൈകളും നിങ്ങളുടെ തലയിൽ കമഴ്ത്തി വെച്ച് ഒരു കുട്ടി പോലെ അലസമായിട്ടിരിക്കരുത് കേട്ടോ. ഇതൊരു തമാശയുടെ സമയമല്ല. കാരണം പ്രാർത്ഥിക്കുമ്പോൾ കൃപ വർഷിക്കപ്പെടും. പ്രാർത്ഥിക്കുമ്പോൾ കാരണം നമ്മൾ ദേവാലയത്തിലാണ് നിൽക്കുന്നത്. ദേവാലയത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ദേവാലയത്തിൽ നിന്ന് ഉയരുന്ന ഒരു പ്രാർത്ഥനയും പാഴായി പോകത്തില്ല. മോനെ കുഞ്ഞെ കണ്ണു കടച്ച്, മോനെ കണ്ണു കടച്ച് പ്രാർത്ഥിക്കാൻ. ഈ ദേവാലയത്തിൽ നിന്നുള്ള ഒരു പ്രാർത്ഥന പോലും പാഴായി പോകത്തില്ല. മകളെ നിമിഷങ്ങളില് കണ്ണുകൾ അടച്ചിട്ട് ആ തലയിൽ കൈവച്ച് നീ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ കുഞ്ഞെ മോനെ മോളെ ഈ നിമിഷം നിന്റെ പഠനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈശോയ്ക്ക് സമർപ്പിക്കാം. ഈശോയെ അങ്ങ് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ നന്നായിട്ട് പഠിച്ചുയരണം, നന്നായിട്ട് പഠിച്ചുയരണം. ആ പഠനത്തിൽ എനിക്ക് നന്നായി വിജയിക്കാൻ പറ്റണം. എന്റെ ഈ പഠനം വഴി എന്റെ ജീവിതം തന്നെ ഒരു അനുഗ്രഹമായി മാറണം. നല്ല ഭാവി സ്വന്തമാക്കാൻ പറ്റണം. എപ്പോഴും ഈ ഭൂമിയിൽ ഒരു അനുഗ്രഹമായി തന്നെ അതേത് പ്രായത്തിലും കുഞ്ഞായിരിക്കുമ്പോഴും യുവതി യുവാവായിരിക്കുമ്പോഴും എത്ര വലുതായാലും എനിക്കൊരു അനുഗ്രഹമായി തന്നെ ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയണം. ഈശോയെ എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. മകളെ അടുത്തിരിക്കുന്ന ഒരു 10 പേരുകൾക്ക് നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട, കണ്ണുകൾ തുറക്കണ്ട. വേറെ ആരും പ്രാർത്ഥിച്ചില്ലെങ്കിലും നിങ്ങൾ എന്ത് വേണതയാവോ നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക. എന്റെ ഈശോയെ ഞാൻ എന്നെ സ്നേഹിക്കുന്നു. ഇങ്ങനെ ആവർത്തിച്ച് ഒന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് എന്റെ ഈശോയെ ഞാൻ എന്നെ സ്നേഹിക്കുന്നു. 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 മക്കളെ ശാന്തമായിട്ട് അതേ കൈകളെടുത്ത് നിങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് കണ്ണുകൾ ആരും തുറക്കുന്നില്ല കേട്ടോ. മക്കളെ ചില ശ്രദ്ധിക്കുന്നുണ്ട്. ഓരോ കുഞ്ഞുങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുഞ്ഞുങ്ങളും നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. കണ്ണുകൾ അടച്ച് മക്കളെ ഈ ധ്യാനത്തിന്റെ അവസാന നിമിഷത്തിലേക്ക് നമ്മൾ വരുമ്പോൾ കുഞ്ഞുങ്ങളെ നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളുടെ പപ്പയും അമ്മയ്ക്കും സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. കഴിഞ്ഞ നാളുകളൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെയൊക്കെ ചിലപ്പോഴൊക്കെ മാതാപിതാക്കന്മാരുടെ അനുസരണത്തിൽ കാണിച്ചിട്ടുണ്ടാകാം. നമുക്ക് നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റണം. നിങ്ങളെ പഠിപ്പിച്ച് കടന്നുപോയ ഓരോ ടീച്ചേഴ്സിനും ഓർക്കാം. എല്ലാ അധ്യാപകരും ഓർത്ത് നോക്കി. ഈ വർഷം നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ ഓർക്കാം. ദൈവമേ എന്റെ എല്ലാ ടീച്ചേഴ്സിനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ആത്മാർത്ഥമാണ് പ്രാർത്ഥിക്കാം. ചില പഠിക്കാൻ പറ്റാത്ത ചില വിഷയങ്ങളോ അവസ്ഥകളൊക്കെ ഉണ്ടാകാം.
അവിടെ എനിക്ക് അനുഗ്രഹമായി തീരുവാനും എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. എന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റണമേ. മാതാപിതാക്കന്മാർക്ക് അനുസരിക്കുവാൻ, ടീച്ചേഴ്സിനെ ബഹുമാനിക്കുവാൻ, വീടിനും നാടിനും ഒരു അനുഗ്രഹമായി തീരുവാൻ ഈശോയെ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കൂ. ചേർന്ന് പാടിയ മക്കളെ നന്മയാകുവാൻ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കൂ. കുറച്ചുകൂടി സ്വർഗത്തിൽ പറഞ്ഞ നന്മയാകുവാൻ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കൂ. മാതാപിതാക്കളെ അനുസരിക്കാൻ ഗുരുഭൂതരെ മാതാപിതാക്കളെ അനുസരിക്കാൻ ഗുരുഭൂതരെ സോദര സ്നേഹിതരെ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കൂ. സോദര സ്നേഹിതരെ സ്നേഹിക്കുവാൻ ദൈവമേ ഞങ്ങളെ ഒരുമിച്ച് പാടാം. നന്മയാകുവാൻ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കൂ. ദൈവമേ ഞങ്ങളെ മക്കളെ കണ്ണുകൾ അടച്ചു തന്നെ മക്കളെ ഈ നിമിഷങ്ങളില് ചിലപ്പോഴൊക്കെ ചില സ്വഭാവങ്ങളൊക്കെ നമ്മളിൽ നിന്ന് മാറ്റണമെന്ന് ഈ ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. മക്കളെ ഈ നിമിഷം നമ്മൾ ഈശോയോട് പറയാം. പക്ഷേ ഏറ്റവും അടുത്ത ദിവസം തന്നെ നല്ലൊരു കുമ്പസാരം നടക്കും. എൻ്റെ ജീവിതത്തിൽ ചില പാപങ്ങളുണ്ടാകാം, പാപത്തിന്റെ തഴക്കദോഷത്തിന്റെ ചില മേഖലകളുണ്ടാകാം. ഈശോയെ ചില അനുസരണക്കേടുകൾ ഞാൻ കാരണം വേദനിച്ചവര് ഈ ദിവസങ്ങളിൽ അത് ഞാൻ മനസ്സിലാക്കുകയായിരുന്നു. ഈശോ ഏറ്റവും അടുത്ത ദിവസം തന്നെ ഞാൻ നന്നായി കുമ്പസാരിക്കും. ഞാനൊരു വിശുദ്ധിയായി മാറും, ദൈവ പൈതലായി ഞാൻ മാറും. അങ്ങനെ തീരുമാനമെടുക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ആമേൻ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കെ, നമുക്ക് അന്നത് തുറക്കാം.